അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളെ വീട്ടിലത്തെ ഫുഡ് സാമ്പാറായിരുന്നു, പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു, പിന്നെന്താ കടല ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പണികളൊക്കെ കഴിഞ്ഞ് കീർത്തിമൊക്കെ കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തിരിക്കുമ്പോഴാണ് നമ്മളെ സുനോൻ്റെയും അബീബേൻ്റെയും ഫോണ് വരുന്നത്. അബീബത്താത്തിയും സുനും പറയാണ്, സംഗോ പൊരിഞ്ഞ മഴയല്ലേ, കുറച്ച് തക്കണ്ട്, ഞമ്മക്ക് പുറത്തൊന്ന് പോയി ചായ കുടിച്ചാലോന്ന്. അപ്പം പറഞ്ഞാൽ നമ്മൾ മഞ്ചേരിക്കോ മലപ്പുറത്തേക്കോ പോവാൻ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയാണ്, മലപ്പുറത്ത് നമ്മളെ കാക്കാൻ്റെ ഉമ്മയ്ക്കാണ്ട് കൊടുത്തയക്കാന്നും പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ കാക്കാനെ വിളിച്ച് സെറ്റാക്കി ഞങ്ങൾ പോവാണ് കേട്ടോ. പോവണ പോക്കിലാണ് ഞങ്ങളൊരു വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടത് കേട്ടോ. അത് നമ്മളെ മറ്റാരല്ല, നമ്മളെ ലല്ലുവിൻ്റെയും നമ്മളെ ആദീൻ്റെയും അമ്മയായ രഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് പോവാൻ നിന്നപ്പം വഴി അറിയില്ല. അങ്ങനെ താ ഞങ്ങൾ സജിത്തിനെ വിളിച്ച്, സജിത്ത് ഞങ്ങളെ കൂട്ടാൻ വൈക്കേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലണമെന്നൊക്കെ ഇതാ വേഗം വീഡിയോ പകർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ രഞ്ജ്. പിന്നെ ഇതാ ലല്ലുവിനെ വിളിച്ച്, ലല്ലു ഇതാ എടുത്തേക്ക് വരുന്നുട്ടോ. ലല്ലുവിന് ഫോണാണ്ട് കിട്ടിയപ്പോൾ പിന്നെ വിരുന്നേരൊന്നും ഓ മൈൻഡേ ആക്കണില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളാൽ കഴിയുന്ന ഒരു ഗിഫ്റ്റ് വാങ്ങി പോയിന്ന് കേട്ടോ. ഞങ്ങൾ ഒരു ചെറിയൊരു സാരിയാണ് അതങ്ങനെ ഞങ്ങൾ രഞ്ജുവിന് കൊടുത്തപ്പോൾ രഞ്ജുവിന് ഒരുപാട് സന്തോഷമായി കേട്ടോ. രഞ്ജു പറയണേ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ തന്നെ തുനിയണത്, അതും ഇന്ന്. അങ്ങനെ ഞങ്ങളിത് കൊടുത്തപ്പോൾ രഞ്ജുവിന് ഒരുപാട് സന്തോഷമായിട്ടോ. രഞ്ജുവിൻ്റെ ഈ സന്തോഷം കണ്ടപ്പം അതിലേറെ സന്തോഷം ഇക്കായിട്ടോ. കാരണം എന്താ പറയുക, ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ മക്കളടുത്ത് പോയി സംസാരിക്കാൻ പോയപ്പോൾ ആദ്യമില്ലെല്ലാം ഭയങ്കര കാർട്ടൂൺ കാണലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സ്നേഹം വിളമ്പിയ ഒരു ചായ തന്നിട്ടോ, ഒരു അടിപൊളി പാൽ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം സൊറ പറഞ്ഞ അവിടെ കുത്തിരുന്ന് ചായയും കുടിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഇപ്പം എന്താ രഞ്ജുവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്താ രഞ്ജു സാരിയൊക്കെ തുറന്നു നോക്കുകയാണ്, ഞങ്ങളെ കഴിയുന്ന ചെറിയൊരു സമ്മാനം. എന്തായാലും അത് കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളും ഹാപ്പിയാണ്. രഞ്ജുവിൻ്റെ സന്തോഷമാണ് കേട്ടോ ആ പറയണത്. എന്തായാലും ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയട്ടെ, അതും സന്തോഷത്തോടെ എന്നും രഞ്ജുവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കാണ് കേട്ടോ ഈ അവസരത്തിൽ. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ പണി എന്താണെന്ന് ചോദിച്ചാൽ കേക്ക് കട്ട് ചെയ്യലെന്ന് കേട്ടോ. ഞങ്ങൾ ചെറിയൊരു കുഞ്ഞ് കേക്കും കൊണ്ടുവന്നു കേട്ടോ. ഓലെന്തായാലും കേക്ക് വാങ്ങിയിട്ടില്ല, കേക്ക് വാങ്ങാൻ പോവാൻ നിൽക്കുന്നു കേട്ടോ ഞങ്ങൾ വിളിക്കുന്ന സമയം. അപ്പം ഞങ്ങൾ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ഞങ്ങൾ കൊണ്ടുപോയ കേക്ക് തന്നെ കട്ട് ചെയ്തല്ലേ അതിലേറെ സന്തോഷം കേട്ടോ. ഈ ഫാമിലിയെ ഇഷ്ടമില്ലാത്തോലായിട്ട് ആരും ഇല്ല കേട്ടോ. സംഘുവിൻ്റെ ഫാമിലിയിലും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ രഞ്ജുവിനും സജിത്തിനും. അതുകൊണ്ട് തന്നെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും ഒരുമിച്ച് ആഘോഷിക്കാനും കഴിഞ്ഞ മനോഹരമായൊരു ദിനം തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഒത്തുകൂടിയ ഈ ദിനം, നമ്മളെ രഞ്ജുവിൻ്റെ ബർത്ത്ഡേ ദിവസം. അതെ, ഞങ്ങളെല്ലാവരും രഞ്ജുവിൻ്റെ കൂടെ നിന്നിട്ടേ കേക്ക് കട്ട് ചെയ്തപ്പോഴേ ആ മധുരത്തിന് ഇരട്ടി മധുരം ആയിട്ടോ. പിന്നെ ഇതാ നമ്മളെ കീർത്തിക്കുട്ടിയോടെ ആർത്തിയോടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കീർത്തിക്കുട്ടി വലിയൊരു കഷ്ണം തന്നെ കേക്കും കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടോ കേക്ക്. എന്തായാലും രഞ്ജുവിൻ്റെ ജീവിതത്തിലെ ഈ കേക്ക് മുറി ഒരിക്കലും രഞ്ജു മറക്കാൻ പോണില്ല കേട്ടോ. കൂട്ടത്തിൽ ഞങ്ങളും ഒരുപാട് നാളായിട്ട് കാണാൻ കാത്തിരിക്കുകയാണ് കേട്ടോ ഈ സജിത്തിനെയും ഈ ഫാമിലിനെയും. എന്തായാലും ഈ ദിവസം തന്നെ പോകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഇക്കാണെങ്കിലോ 2 പ്രാവശ്യം കേക്ക് കിട്ടിയിട്ടോ. പിന്നെ അതാ നമ്മൾ എല്ലാവരും അഭിപത്താത്തിയും കാക്കിയും സുനും എല്ലാവരും പാടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടോ. ഇതാണല്ലേ ഫ്രണ്ട്ഷിപ്പ്, ഇതാണല്ലേ സ്നേഹം. ഞങ്ങൾ നേരെ പോയത് പിന്നെ നമ്മളെ മലപ്പുറം തൂവൂർ ഫാമിലീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടുന്ന് ചായ കുടിച്ച് പിന്നെ പോയത് അബിബത്താത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അബിബത്താത്താൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴേ താത്തതാക്കണ ഈ സംഘുവിനെ മോര് കാച്ചതും ബീഫും തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരോ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കീർത്തിക്ക് 2-3 കാറിൻ്റെ ചിത്രമുള്ളൊരു ഷെഡിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കീർത്തിയാണെങ്കിലോ നിലത്തൊന്നല്ല. എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടോ കീർത്തിക്കും. ഇതാക്കണോള് തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്, ഒന്നറിയാതെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കണം എൻ്റെ മാലാകക്കുട്ടിട്ടോ. അത് കണ്ടപ്പോഴേക്കും ഒത്തിരി സന്തോഷമായിട്ടോ. എന്തായാലും താങ്ക് യു അബീബ. പിന്നെ ഇതാ ഞങ്ങൾ ഫ്രഷായി കീർത്തിനെ ഉറക്കാൻ പോവാണ്. കീർത്തിക്ക് തണുക്കണോണ്ട് തന്നെ രാത്രി കിടക്കുമ്പോൾ സംഘുവിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ. അങ്ങനെ ഇതാ സംഘുവിൻ്റെ മോളുടെ ഡ്രസ്സാണ് കേട്ടോ ഇന്നിട്ടതേ. അങ്ങനെ തോളിൽ കിടന്നുറങ്ങാണ്. അങ്ങനെ പിന്നെ ഞാൻ ഓളെ ഉറക്കി, ഓളും ഞാനും കെട്ടിപ്പിടിച്ച് കിടന്നു. പിന്നെ ഇതാക്കണ ഹസ്ബൻഡ് വന്നിട്ടില്ല, ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഘം. അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ